എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബീഫ് കഴിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ബീഫിന് പകരം ചിക്കൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതൊരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അധികം താമസിയാതെ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ചില്ലി ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുറിക്കാമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ ക്യൂബാക്കി മുറിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ടാകും. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചേർക്കുക. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചേർക്കുക, അതായത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ബീഫ് ഒരുപാട് വേവില്ലാത്തതാണ്. അപ്പോൾ ഇത് എനിക്ക് ഒരു വിസിൽ മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പം നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു വിസിൽ അടിച്ചതിന് ശേഷം 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് സിമ്മിലിട്ടാണ് ഇത് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ബീഫ് ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്നൊരു ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ചേർക്കാവുന്നതാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ മൈദയുടെ യൂസ് ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തിന് നല്ലതായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ ഓൾറെഡി ഈ ബീഫിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ ഉള്ളിയുടെ തണ്ടാണ് സ്പ്രിംഗ് ഓണിയൻ. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ആണ്. ഇത് നിങ്ങൾക്ക് ഏത് കളറിലുള്ളത് വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ മഞ്ഞയും ചുവപ്പുമായിരുന്നു ഉള്ളത്, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബീഫിൻ്റെ സ്റ്റോക്കാണ്. നമ്മൾ കുക്കറിൽ ബീഫ് വേവിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം വരും, അപ്പോൾ ആ വെള്ളമാണത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചൈനീസൊക്കെ ചെയ്യുമ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ബീഫ് ഓൾറെഡി വെന്തതാണ്. ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മുട്ടയിൽ കവർ ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ചില്ലി ബീഫ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ 2 സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്തത്. ഇതിനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് അരച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു കടായിലേക്ക് വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ ഇടുക, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ സവാള ക്യൂബുകളാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നീളത്തിൽ അരിയുന്നതിനെക്കാട്ടിലും ഇതുപോലെ ക്യൂബ്സ് ആക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളുപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് നമ്മൾ ഓൾറെഡി ബീഫിലുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർക്കുകയാണ്. ഇത് ഒരുപാടിട്ട് വഴറ്റിക്കളയരുത്. ഇത് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടേ ചെയ്യാവുള്ളൂ. അതാണ് ഈ ചില്ലി ബീഫിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസ് കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ 1 ടീസ്പൂൺ വിനീഗർ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല തീയിലിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കിയതിന് ശേഷം ഇതിൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചില്ലി ബീഫിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റോക്കിൽ കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അത് കുറുകി വരും. അപ്പോൾ നമ്മുടെ ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തു. ഇനി ഇതിൽ സ്പ്രിംഗ് ഓണിയൻ കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ ചില്ലി ബീഫ് ഉണ്ടാക്കുമ്പോൾ അവർ അജിനോമോട്ടോ ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ അതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്താലും മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചില്ലി ബീഫിലേക്ക് അവസാനമായിട്ട് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊറോട്ട, അപ്പം, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.